ഹായ്, മൈസെൽഫ് ബെനിറ്റസ്. നമ്മൾ പൊളിറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. അതുപോലെ തന്നെ ഏതെല്ലാമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്. പിന്നെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, കേശവാനന്ദ് ഭാരതി കേസ്. ഏത് രീതിയിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രൊസീജിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തെല്ലാമാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ എവല്യൂഷനിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇനി സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ അമെൻമെന്റ് എന്താണ്, എങ്ങനെയാണ് അമെൻമെന്റ് പ്രൊസീജിയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടത്തപ്പെടുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും റോൾ ഉണ്ടോ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും റോൾ എങ്ങനെയാണ്, പ്രസിഡന്റിന്റെ പവർ എന്താണ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമെൻമെന്റ്. സിമ്പിൾ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യാം, സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്, ഇങ്ങനെ 3 തരത്തിലുള്ള അമെൻമെന്റ്. അപ്പൊ എന്താണ് ഈ 3 അമെൻമെന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാമാണ് നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ എവല്യൂഷൻ ആണ്. ആസ് സച്ച് നമ്മൾ ആ കേസ് ലോസ് ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. എങ്ങനെയാണ് സുപ്രീം കോടതി 1950s തുടങ്ങി 1970s ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിലേക്ക് വരുമ്പോൾ ഓരോരോ കേസുകളിലും ഡിഫറെന്റ് ഡിസിഷൻസ് വഴി ആ കണ്ടന്റ് ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇതിനുശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ ഏതൊക്കെ, അത് ഏതെല്ലാം പാർട്ടുകളെയാണ് അമെൻഡ് ചെയ്തത്. ഇപ്പൊ 42nd അമെൻമെന്റ്, 44th അമെൻമെന്റ്, റീസെന്റ് ആയിട്ട് 103rd, 104th അമെൻമെന്റ്, ഇതിന്റെ എല്ലാം ഇമ്പോർട്ടന്റ് കണ്ടന്റ്സ് എന്താണ്, അല്ലെങ്കിൽ ആ അമെൻമെന്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇത് നമ്മൾ നോക്കും. ഇതിനുശേഷം UPSC ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് പ്രിലിംസിലെ ഒരു 4-5 ചോദ്യങ്ങൾ നമ്മൾ ലൈവായിട്ട് സോൾവ് ചെയ്യും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, എന്തിനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ 2 തരത്തിലാണുള്ളത്, റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ് നമുക്കുള്ളത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത കാലക്രമേണ കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ലീവിംഗ് ഡോക്യുമെന്റ്. എങ്ങനെയാണ് ഒരു ഭരണഘടന ഒരു ലീവിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാറുന്നത്? കാലത്തിനനുസരിച്ച് ആ ഡോക്യുമെന്റിന് കാലത്തിനനുസരിച്ചുള്ള ആളുകളുടെ ആശയങ്ങളോടായിട്ട് സംവാദിക്കാൻ കഴിയുക, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ ആശയങ്ങളെയും അതിന് പ്രതിഫലിക്കാൻ കഴിയുക. അത്തരത്തിൽ വരുമ്പോഴാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതൊരു റിട്ടൺ ഡോക്യുമെന്റും അതൊരു ലീവിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാറുന്നത്. അമെൻമെന്റ് പ്രൊസീജിയർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അത്തരത്തിൽ ഒരു ലീവിംഗ് ഡോക്യുമെന്റ് ആക്കി വെക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. കാലത്തിനനുസരിച്ച് ഭരണഘടനയിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തപ്പെടണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ നമുക്ക് 2 റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എടുക്കാം. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് എടുക്കാം. ബ്രിട്ടന്റെ പ്രൊസീജിയർ കുറച്ചും കൂടി സിമ്പിൾ ആണ്. ഒരു ഓർഡിനറി മെജോറിറ്റി വഴി അതിന്റെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമെൻമെന്റ് പ്രൊസീജിയർ കുറച്ചും കൂടി റിജിഡ് ആണ്. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൃത്യമായ റോൾ അതിലുണ്ട്. പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇതിന്റെ രണ്ടിന്റെയും കൃത്യമായ ഒരു മിക്സ് ആണ് അവിടെ എടുത്തത്. ഇറ്റ് ഈസ് നൈദർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും, എന്നാൽ അത് വളരെ ഈസി ആയിട്ട് തോന്നുന്ന രീതിക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായ പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. എന്നാൽ ഒരു തരത്തിൽ അമെൻഡ് ചെയ്യാൻ പറ്റാതെ അമെൻമെന്റ് കൊണ്ടുവരിക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രക്രിയയാണോ? അല്ല. ഇതിന്റെയും രണ്ടിന്റെയും കൃത്യമായ ബാലൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ് പ്രൊസീജിയറിലുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഓർ നൈദർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചർ എന്താ? ഇറ്റ് ഈസ് നൈദർ It is neither rigid nor flexible. It is amendable at the same time, not at the will of any of the few majorities or few minorities. There is proper procedure laid down for the amendment. ഇനി ഞാൻ പ്രൊസീജിയറിന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റിന്റെ പ്രൊസീജിയർ പറയുന്നത് ആർട്ടിക്കിൾ 368 ആണ്. ആർക്കാണ് അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ? ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഇന്ത്യയിലെ പാർലമെന്റിനാണ് നൽകപ്പെട്ടത്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന പ്രൊസീജിയർ പാർലമെന്റിന്റെ പവറിന്റെ അകത്താണ്. ആർട്ടിക്കിൾ 368 it states that Parliament may, in exercise of its constitutional power, amend by way of addition, variation, or repeal any provisions of the constitution in accordance with the procedure laid down for this purpose. അപ്പോൾ വേ ഓഫ് അഡീഷൻ ആവാം, റിപ്പൽ ആവാം, വേരിയേഷൻ ആവാം, ഏത് രീതിയിലും
പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടനയെ അമെൻഡ് ചെയ്യാം. കൺക്ലൂഡിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജിയർ ലേഡ് ഡൗൺ ഇൻ ദ പാർലമെന്റ് ഓർ ലേഡ് ഔട്ട് ഫോർ ദിസ് പർപ്പസ്. ഇതിനു വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന പ്രൊസീജിയർ പാലിച്ച ശേഷം മാത്രമേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിന് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റൂ. ഈ അമെൻഡ്മെന്റ് പ്രൊസീജിയറിനെയാണ് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസ് വഴി ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇവോൾവ് ചെയ്ത വഴി ഈ അമെൻഡ്മെന്റ് പ്രൊസീജിയറിനെ മോഡിഫൈ ചെയ്ത്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ടിൽ നോക്കാൻ പോകുന്നത്. ഇനി അമെൻഡ്മെന്റ് പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു അമെൻഡ്മെന്റ് കൊണ്ടുവരുന്നതിന്റെ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആർക്കാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാൻ കഴിയുക? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാൻ ഏത് മെമ്പർ ഓഫ് ദ പാർലമെന്റിനും കഴിയും. അതായത് അദ്ദേഹം റൂളിംഗ് പാർട്ടിയുടെ ഒരു മെമ്പറോ ഒരു മിനിസ്റ്ററോ ആവണമെന്ന് നിർബന്ധമില്ല. He can either be a member, he can either be a member of the ruling party, he can either be a minister or a normal member of the parliament. ആർക്ക് വേണമെങ്കിലും അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാം. ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പോകുന്ന പോയിന്റ് മണി ബില്ലായിട്ടായിരിക്കും. മണി ബില്ല് അവതരിപ്പിക്കുന്നത് റൂളിംഗ് പാർട്ടിയുടെ ഒരു മിനിസ്റ്റർ ആയിരിക്കും. പക്ഷെ അത്തരത്തിലൊരു ഡിഫറൻസിയേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് ആർക്ക് വേണമെങ്കിലും അവതരിപ്പിക്കാൻ പറ്റും. ഇനി എവിടെയാണ് അവതരിപ്പിക്കാൻ പറ്റുക? മണി ബില്ല് ഞാൻ പറഞ്ഞ പോലെ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്ന ഹൗസിൽ മാത്രമേ അവതരിപ്പിക്കാവൂ എന്നില്ല. അത് ലോകസഭയിലോ രാജ്യസഭയിലോ വിച്ചെവർ ഹൗസ് ദേ പ്രിഫർ, അവിടെ അദ്ദേഹം ഏത് ഹൗസിലാണോ മെമ്പർ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മിനിസ്റ്റർ ആണെങ്കിൽ ഏത് ഹൗസിലാണോ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് ആ ഹൗസിൽ അദ്ദേഹത്തിന് ആ ബില്ല് അവതരിപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ 2 പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആരായിരുന്നാലും അദ്ദേഹത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാം. രണ്ടാമത് ഏത് ഹൗസിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രസിഡന്റിന്റെ അനുവാദം വേണമോ? വേണ്ട. The bill can be introduced either by a minister or by a prime minister and it does not require the prior permission of the president. പ്രസിഡന്റ് മുൻകൂട്ടിയുള്ള അനുവാദം വേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാനായിട്ട്. ഇത്തരത്തില് ഏത് ഹൗസിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. പ്രൈവറ്റ് മെമ്പറിനോ മിനിസ്റ്റർക്കോ അവതരിപ്പിക്കാം. പ്രസിഡന്റിന്റെ അനുവാദം കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിച്ച ശേഷം അതിന്റെ വോട്ടെടുപ്പിലേക്ക് വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ബില്ല് പാസ്സാവാനായിട്ടുള്ള മെജോറിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് പാസ് ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ മെജോറിറ്റി അവിടെ വേണം. അതായത് 2/3 of the total members of the house present and voting and also a majority of the total membership of the house. Special majority നിങ്ങൾക്ക് അറിയാം. That is a majority of the total membership of the house and a majority of the 2/3 of the members of the house present and voting. 2 ഹൗസുകളും സെപ്പറേറ്റ്ലി ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിലായിരിക്കണം ഇത് പാസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ പോകുന്നത് ഓർഡിനറി ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും. ഓർഡിനറി ബില്ലിൽ എന്താണ്? ഒരു ജോയിന്റ് സിറ്റിംഗിന്റെ പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരു ഹൗസ് പാസ്സാക്കി മറ്റേ ഹൗസ് പാസ്സാക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജോയിന്റ് സിറ്റിംഗിന്റെ പ്രൊവിഷൻ ഓർഡിനറി ബില്ലിന്റെ കേസിലുണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തില് ഒരു ജോയിന്റ് സിറ്റിംഗ് ഇല്ല. 2 ഹൗസും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ മെജോറിറ്റിയിൽ ആ ബില്ല് പാസ് ചെയ്തിരിക്കണം. സോ ദർ ഇസ് നോ പ്രൊവിഷൻ ഓഫ് ജോയിന്റ് സിറ്റിംഗ് ഇൻ ദ കേസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ. ഇനി സ്റ്റേറ്റുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ബില്ല് അവതരിപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താ? പാർലമെന്റിൽ മാത്രമേ, ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഫെഡറൽ പ്രൊവിഷനുകളെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ പ്രൊവിഷനുകളെ അമെൻഡ് ചെയ്യുകയോ അതിൽ മാറ്റം വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലുകൾക്ക് ഇന്ത്യയിലെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ അംഗീകാരം കൂടി വേണം. അതായത് ഇഫ് എനി ബിൽ സീക്സ് ടു അമെൻഡ് ദ ഫെഡറൽ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് മസ്റ്റ് ബി റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ എ സിമ്പിൾ മെജോറിറ്റി. ഏതെങ്കിലും ഒരു ഫെഡറൽ പ്രൊവിഷനെയാണ് അമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലെ പകുതി സ്റ്റേറ്റുകളെങ്കിലും ആ ബില്ലിനെ റാറ്റിഫൈ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്യുന്നത് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ മതി. ആ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് റാറ്റിഫൈ ചെയ്യപ്പെടുന്നത്
ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ മതി. ഞാൻ എവിടെയാണ് സ്പെഷ്യൽ മെജോറിറ്റി പറഞ്ഞത്? ലോക്സഭയിലും രാജ്യസഭയിലും ആ ബില്ല് പാസ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം. പക്ഷെ അതേസമയം അത് ആ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരുമ്പോൾ അവിടെ റാറ്റിഫൈ ചെയ്യപ്പെടുന്നത് ഒരു സിമ്പിൾ മെജോറിറ്റി ഇല്ല. എല്ലാ ബില്ലുകളും സ്റ്റേറ്റിലേക്ക് പോകണോ? വേണ്ട. ഏതെങ്കിലും ഫെഡറൽ പ്രൊവിഷൻസിനെ അഫക്ട് ചെയ്യുന്ന ബില്ലുകൾ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റിന് റാറ്റിഫിക്കേഷൻ വേണ്ടൂ. ഇനി എല്ലാ സ്റ്റേറ്റുകളുടെ അംഗീകാരം വേണോ? വേണ്ട. പകുതി സ്റ്റേറ്റുകളുടെ മാത്രം അംഗീകാരം മതി. അപ്പോ ഉദാഹരണത്തിന് ഇന്ത്യയിലെ പകുതി സ്റ്റേറ്റുകൾ ആ ബില്ല് അംഗീകരിച്ചു. അപ്പൊ ബാക്കി സ്റ്റേറ്റുകളോ? ഇറ്റ് ഡസൻ മാറ്റർ. എന്നാണോ പകുതി സ്റ്റേറ്റുകൾ ആ ബില്ല് അംഗീകരിക്കുന്നത്, പകുതി സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് മാറും. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ്, ഇതിനൊരു സ്പെസിഫിക് ടൈം ലൈൻ പറഞ്ഞിട്ടില്ല. അതായത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ശേഷം സ്റ്റേറ്റുകളിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്യേണ്ട പ്രൊസീജിയറിലേക്ക് വന്നു. ഇത് ഇത്ര നാളുകൾക്കുള്ളിൽ ചെയ്യണം, അങ്ങനെ ഒരു ടൈം ലൈൻ ഫിക്സഡ് അല്ല. ഇറ്റ് ഈസ് ദ ഡിസയർ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് അത് റാറ്റിഫൈ ചെയ്യുന്നത്. ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണോ റാറ്റിഫൈ ചെയ്യുന്നത് അന്ന് ആ പ്രൊസീജിയർ കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകും. ഇനി ഏതൊരു ബില്ലും ഫൈനലി എപ്പോഴാണ് അതൊരു ആക്ട് ആയിട്ട് മാറുന്നത്? അത് പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രസിഡന്റ് അസെന്റ് ചെയ്യുമ്പോഴാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യത്യാസം, പ്രസിഡന്റിന് ഇവിടെ ആകെ ഒരു റോള് മാത്രമേ ഉള്ളൂ. ഹി നീഡ്സ് ടു അസെന്റ്, അതായത് അദ്ദേഹം ഹി മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. നമ്മൾ ഓർഡിനറി ബില്ല് നോക്കുമ്പോഴെന്താണ്? പ്രസിഡന്റിന് സൈൻ ചെയ്യാം, സൈൻ ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ റിട്ടേൺ അയക്കാം. ഇത്തരത്തിലുള്ള 3 ഓപ്ഷൻസ് ആണ് നമ്മൾ ഓർഡിനറി ബില്ലിന്റെ കേസിൽ പറയാറ്. പക്ഷേ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം President should give his assent. The 24th Constitutional Amendment Act of 1971 made it obligatory for the President to give his or her assent to a constitutional amendment bill. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ പ്രസിഡന്റിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് സൈൻ ചെയ്തേ മതിയാവും. ദർ ഇസ് നോ അതർ ഓപ്ഷൻ ഫോർ ദ പ്രസിഡന്റ് ഇൻ ദ കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ. അത്തരത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ അദ്ദേഹം സൈൻ ചെയ്തു കഴിഞ്ഞാലോ അത് ഓട്ടോമാറ്റിക്കലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആയിട്ട് മാറുകയും ഇന്ത്യൻ ഭരണഘടന അതിനനുസരിച്ച് അമെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റിന്റെ പ്രൊസീജിയർ. ജസ്റ്റ് ടു സമ്മിറ്റ് അപ്പ്, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കാം, പ്രൈവറ്റ് മെമ്പറിനോ ഒരു മിനിസ്റ്റർക്കോ ഇത് അവതരിപ്പിക്കാനായിട്ട് പറ്റും. അവതരിപ്പിക്കാനായിട്ട് പ്രസിഡന്റിന്റെ അനുവാദം വേണമോ? വേണ്ട. എന്താണ് ഇതിന്റെ മെജോറിറ്റി? സ്പെഷ്യൽ മെജോറിറ്റി. ഇൻഡിവിജ്വലി 2 ഹൗസുകളും ഇത് പാസ് ചെയ്തിരിക്കണം. ജോയിന്റ് സിറ്റിംഗ് ഇവിടെ ഉണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന്റെ കേസിൽ അവിടെ ഒരു ജോയിന്റ് സിറ്റിംഗ് ഇല്ല. ഇനി ഫെഡറൽ പ്രൊവിഷൻസിനെയാണ് അമെൻഡ് ചെയ്യുന്നതെങ്കിലോ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം. എന്താണ് അവിടുത്തെ മെജോറിറ്റി? സ്റ്റേറ്റ് ഗവൺമെന്റിന്. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് റാറ്റിഫൈ ചെയ്യുന്നത് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ മതി. അവിടെ എന്തായിരുന്നു? സ്പെഷ്യൽ മെജോറിറ്റി. ഇനി ഡ്യൂലി പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിലേക്ക് എത്തും. പ്രസിഡന്റിന് എന്താണ് 24th അമെൻമെന്റ് പ്രകാരം? ഹി മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. അത്തരത്തിൽ അദ്ദേഹം അസെന്റ് കൊടുത്തു കഴിയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആയിട്ട് മാറും. നമ്മളിപ്പോ പ്രൊസീജിയേഴ്സ് നോക്കിക്കഴിഞ്ഞു, എത്തരത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെന്റ് നടത്തുന്നതെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 368ന്റെ അടിയിൽ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് നോക്കാം. ആർട്ടിക്കിൾ 368 per se 2 ടൈപ്പ് അമെൻമെന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് an amendment by special majority. Second one, special majority and with the ratification of half of the state by a simple majority. പക്ഷേ ഭരണഘടനയിലെ ചില പ്രൊവിഷൻസ് അല്ലെങ്കിൽ ചില ആർട്ടിക്കിൾസ് നമുക്കൊരു സിമ്പിൾ മെജോറിറ്റി വഴിയും അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഈ അമെൻമെന്റുകളെ 368ന്റെ അടിയിലെ അമെൻമെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എത്ര രീതിയിൽ അമെൻഡ് ചെയ്യാം? 3 രീതിയിൽ. പക്ഷെ 368ന്റെ അടിയിൽ 2 ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് ആണ് പേഴ്സെ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതെല്ലാമാണ് ആ 3 രീതിയിലുള്ള അമെൻമെന്റ്സ്? First one, by a simple majority of the parliament. Second one, amendment by a special majority of the parliament. Third one, amendment by a special majority of the parliament and ratification of half of the state legislature. ഇനി എന്താണ് സിമ്പിൾ മെജോറിറ്റി വഴിയുള്ള അമെൻമെന്റ്? നോർമലി ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ പാസ്സാക്കുന്ന അതേ മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില പ്രൊവിഷൻസ് നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ന്യൂ സ്റ്റേറ്റുകളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അബോളിഷൻ അല്ലെങ്കിൽ ക്രിയേഷൻ, കോറം ഓഫ് ദ പാർലമെന്റ്, പ്രൊസീജിയർ, പാർലമെന്റിന്റെ പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ പാർലമെന്റിൽ യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇത്തരത്തിലെ
മൾട്ടിപ്പിൾ പ്രൊവിഷൻസ് യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചത്, ഡീലിമിറ്റേഷനെ സംബന്ധിച്ചത്, 5th ഷെഡ്യൂളിലും 6th ഷെഡ്യൂളിലും ചില സ്പെസിഫിക് കാര്യങ്ങൾ, ഇത്തരത്തിലെ ചില പ്രൊവിഷൻസ് നമുക്കൊരു സിമ്പിൾ മെജോറിറ്റി വഴി, ഒരു ഓർഡിനറി ലെജിസ്ലേഷന്റെ അതേ മെജോറിറ്റി വഴി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള അമെൻമെന്റുകളെയാണ് നമ്മൾ അമെൻമെന്റ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. സെക്കൻഡ് വൺ, അമെൻമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി? ഞാൻ പറഞ്ഞു, it is a majority of the total membership of the each house and majority of the 2/3 of the members of the each house present and voting. ഇത്തരത്തില് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രൊവിഷനുകളെ സ്പെഷ്യൽ മെജോറിറ്റി വഴി മാത്രമേ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റൂ. ഇത്തരത്തിലുള്ളത് ഏതെല്ലാമാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP ആൻഡ് ഓൾസോ ആദ്യത്തെ പാർട്ടിലും സിമ്പിൾ മെജോറിറ്റിയിലും സ്പെഷ്യൽ മെജോറിറ്റി ബൈ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പെർസെ പറയാത്തത്, ഈ രണ്ട് കാറ്റഗറിയിലും പറയാത്തത് എല്ലാം എങ്ങനെയാണ്? സ്പെഷ്യൽ മെജോറിറ്റി വഴി മാത്രമേ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ സിമ്പിൾ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി ബൈ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ ഫസ്റ്റിലും തേർഡിലും പറയാത്ത എല്ലാം ഏത് രീതിയിൽ മാത്രമേ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? സ്പെഷ്യൽ മെജോറിറ്റി വഴി മാത്രമേ. സ്പെഷ്യൽ മെജോറിറ്റി എന്തായിരുന്നു? ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് ആൻഡ് മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഈച്ച് ഹൗസ് ആൻഡ് മെജോറിറ്റി ഓഫ് ദ 2/3 ഓഫ് ദ മെമ്പേഴ്സ് present and voting. ഇതാണ് amendment of the constitution by a special majority of the parliament. ഇനി third one, amendment of the constitution by special majority of the parliament and the consent of the state. ഫെഡറൽ പ്രൊവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും രീതിയിൽ ഫെഡറൽ പ്രൊവിഷൻസിനെ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വഴി 2 ഹൗസും പാസ്സാക്കിയിരിക്കണം. അത് മാത്രമല്ല ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അത് റാറ്റിഫൈ ചെയ്തിരിക്കണം. എങ്ങനെ? ഒരു സിമ്പിൾ മെജോറിറ്റി. അവിടെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ഹാഫ് സ്റ്റേറ്റ് റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ബാക്കി സ്റ്റേറ്റുകൾ ഇറ്റ് ഡസന്റ് മാറ്റർ. എന്നാണോ ഹാഫ് സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്യുന്നത്, അന്ന് ആ ബില്ല് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകും. അതുപോലെ തന്നെ ടൈം ലിമിറ്റ് ഇവിടെ പ്രിസ്ക്രൈബ്ഡ് അല്ല. ഏതെല്ലാമാണ് അതിന്റെ എക്സാമ്പിൾ? പ്രസിഡന്റിന്റെ എലക്ഷൻ, അല്ലെങ്കിൽ സുപ്രീം കോർട്ടും ഹൈക്കോടതി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, GST കൗൺസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 നമ്മുടെ അമെൻമെന്റിന്റെ പ്രൊസീജിയേഴ്സ് പറയുന്ന ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൽ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തണമെങ്കിലോ 368 പ്രൊസീജിയേഴ്സ് ഇന്ന തന്നെ എല്ലാമാണ്. ആ പ്രൊസീജിയേഴ്സ് നമുക്ക് മാറ്റണമെങ്കിലോ ആ പ്രൊസീജിയേഴ്സ് മാറ്റണമെങ്കിലും സ്പെഷ്യൽ മെജോറിറ്റി അലോങ് വിത്ത് റാറ്റിഫിക്കേഷൻ ഓഫ് ദ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. ഇത്തരത്തില് 3 രീതിയിലാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനായിട്ട് കഴിയുക. ഇപ്പോ നമ്മൾ ഓൾറെഡി പ്രൊസീജിയേഴ്സ് ഓഫ് ദ അമെൻമെന്റും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കിക്കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാർലമെന്റിന് ഏത് പാർട്ട് വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പവർ നിൽക്കുന്നത് പാർലമെന്റിന്റെ കയ്യിലാണ്. ഇത്തരത്തിലൊരു അൾട്ടിമേറ്റ് പവർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അതൊരു എക്സ്ട്രീം സിനാരിയോയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിൽ അമെൻഡ് ചെയ്യാനായിട്ട് കഴിയുമോ, ഏതെങ്കിലും അൺനെസസറി യൂസേജ് ഉണ്ടാവുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചോദ്യം കോടതിയുടെ മുന്നിലേക്ക് വരികയുണ്ടായി. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ എമർജൻസിയിലേക്ക് അവസാനം ചെന്ന് നിൽക്കുന്നത്. എത്തരത്തിലാണ് പാർലമെന്റ് അമെൻഡ് ചെയ്യാൻ പറ്റുക? ഈ പാർലമെന്റിന്റെ അമെൻഡിങ് പവർ ഒരു അൾട്ടിമേറ്റ് പവർ ആണോ, അതോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഇത് ആദ്യമായിട്ട് കോടതിയുടെ മുന്നിലെത്തുന്നത് ശങ്കരി പ്രസാദ് കേസിലായിരുന്നു. കോടതിയുടെ അകത്ത് വന്നിരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് തന്നെ അവിടെ ചലഞ്ച് ചെയ്യപ്പെട്ടു. അവിടെ ചലഞ്ച് ചെയ്യപ്പെട്ടത് സുപ്രീം കോടതിയോട് ചോദിച്ചത് ഫണ്ടമെന്റൽ റൈറ്റുകളെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടോ, അല്ലെങ്കിൽ ഈ അമെൻഡിങ് പവറിൽ ഫണ്ടമെന്റൽ റൈറ്റ് എടുത്ത് കളയോ അതിൽ ചേഞ്ചസ് വരുത്തുകയോ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് അമെൻമെന്റിന് ആക്ടിനെ തന്നെ ചലഞ്ച് ചെയ്ത കേസായിരുന്നു ശങ്കരി പ്രസാദ് കേസ്. അവിടെ സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Parliament, the Supreme Court ruled that the power of the Parliament to amend the Constitution under Article 368 also include the power to amend the fundamental rights. പാർലമെന്റിന് അമെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റും അമെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 13 ആണ് ലോ എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നത്. പാർലമെന്റിന്റെ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അത് പേഴ്സെ ഈ ലോ എന്നാണ് ആർട്ടിക്കിൾ 13 വരിക. സുപ്രീം കോടതി അവിടെ എടുത്ത സ്റ്റാൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടുകൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ ആർട്ടിക്കിൾ 13 അടിയിലുള്ള ലോ അല്ല. അതായത് ദ വേർഡ് ലോ ഇൻ ആർട്ടിക്കിൾ 13 ഇൻക്ലൂഡ്സ് ഓൺലി ഓർഡിനറി ലെജിസ്ലേഷൻ ആൻഡ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടുകൾ ഒന്നും തന്നെ ആർട്ടിക്കിൾ 30 അടിയിലെ ലോയിൽ വരില്ല. ഇതാണ് കോടതി ശങ്കരി പ്രസാദ് കേസ് 1951 എടുത്ത സ്റ്റാൻഡ്. പിന്നീട് വന്ന സജ്ജൻ സിംഗ് കേസ് 1964
സുപ്രീം കോടതി ഇതേ സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് അണ്ടർ ആർട്ടിക്കിൾ 368 ഈസ് നോട്ട് ലോ അണ്ടർ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 13. 368 പ്രകാരം അമെൻമെന്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 13 അടിയിലെ ലോ ആയിട്ട് മാറുന്നില്ല. സജ്ജൻ സിംഗ് കേസിലും സുപ്രീം കോടതി ശങ്കരി പ്രസാദ് കേസിന്റെ അതേ സിമിലർ സ്റ്റാൻഡ് തന്നെയാണ് 1964 എടുത്തത്. പക്ഷേ 1967 എത്തുമ്പോൾ ഗോലക്നാഥ് കേസിൽ വന്നപ്പോൾ സുപ്രീം കോടതി അതിന്റെ ഏർലിയർ സ്റ്റാൻഡ് റിവേഴ്സ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റുകളെ അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ പാർലമെന്റിന് ഇല്ല എന്നാണ് സുപ്രീം കോടതി ഗോലക്നാഥ് കേസിൽ പറയുന്നത്. സുപ്രീം കോടതി അവിടെ റൂൾ ചെയ്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗീവൺ എ ട്രാൻസെൻഡൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഫണ്ടമെന്റൽ റൈറ്റുകളെ അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ പാർലമെന്റിന് ഇല്ല. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ 368 അടിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് they are also law within the meaning of article 13. അപ്പൊ നേരത്തെ ആർട്ടിക്കിൾ 13 അടിയിൽ ലോ അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വന്നപ്പോൾ സുപ്രീം കോടതി അതിന്റെ സ്റ്റാൻഡ് റിവേഴ്സ് ചെയ്തു. ഏത് കേസിലാണ്? ഗോലക്നാഥ് കേസിൽ. ഗോലക്നാഥ് കേസിൽ പറഞ്ഞ 2 പോയിന്റ്സ് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് amendable and also the amendments made under article 368 are laws under article 13 of the Indian Constitution. ഏത് കേസ്? ഗോലക്നാഥ് കേസ്. പാർലമെന്റ് ഇതിനോട് റിയാക്ട് ചെയ്തത് 24th അമെൻമെന്റ് വഴിയാണ്. പാർലമെന്റിന്റെ അമെൻഡിങ് പവറിനെയാണല്ലോ ഇത് കട്ടയിൽ ചെയ്യുന്നത്, ഈ ജഡ്ജ്മെന്റ്. അപ്പൊ അമെൻഡിങ് പവറിനെ തിരിച്ചെടുക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിലുള്ള അവരുടെ അമെൻമെന്റ് പവർ തിരിച്ചെടുക്കാനായിട്ട് 24th അമെൻമെന്റ് കൊണ്ടുവന്നു. 24th അമെൻമെന്റ് എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 13 368 അമെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു the parliament has the power to abridge or take away any fundamental rights under article 368 and such act will not be law under the meaning of article 13. ഇന്ത്യൻ പാർലമെന്റിന് ഏത് നിയമവും ഏത് ഫണ്ടമെന്റൽ റൈറ്റും അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട് അണ്ടർ 368. ഇത്തരത്തിലുള്ള അമെൻമെന്റുകൾ ഒന്നും തന്നെ ആർട്ടിക്കിൾ 13 അടിയിൽ ലോ ആയിട്ട് വരില്ല. ഏത് അമെൻമെന്റ് ആണ്? 24th അമെൻമെന്റ്. എന്തിനാണ് ഈ 24th അമെൻമെന്റ് കൊണ്ടുവന്നത്? ഗോലക്നാഥ് കേസിൽ വന്ന ജഡ്ജ്മെന്റിനെ റിവേഴ്സ് ചെയ്യാനായിട്ട്. പക്ഷേ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ വന്നപ്പോൾ ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടു. കേശവാനന്ദ ഭാരതി കേസിലാണ് ആക്ച്വലി നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഡോക്ടറിന്റെ എവല്യൂഷൻ സംഭവിക്കുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ബെഞ്ചായിരുന്നു 7:6. 7 ജഡ്ജിമാർ ഒരു സൈഡിലേക്കും 6 ജഡ്ജിമാർ മറ്റൊരു സൈഡിലേക്കും. ഇത്തരത്തിൽ 7:6 13 ജഡ്ജിമാരുടെ ഒരു ബെഞ്ചാണ് കേശവാനന്ദ ഭാരതി കേസിൽ ജഡ്ജ് ചെയ്തത്. ഇവരിവിടെ കൊണ്ടുവന്ന ഡോക്ട്രിൻ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ പാർലമെന്റിനുണ്ടോ? പാർലമെന്റിന് ഉണ്ട്. എന്നാൽ ഏത് രീതിയിലും ഏത് പ്രൊവിഷനും അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടോ? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ക്യാരക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ചില പ്രൊവിഷൻസ് ഉണ്ട്, ചില പാർട്ടുകളുണ്ട്. ഏത് അമെൻമെന്റ് കൊണ്ടുവന്നാലും ഇത്തരത്തിലുള്ള കുറച്ച് അവകാശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില സ്വഭാവങ്ങളായിരിക്കാം, ചില ഫീച്ചേഴ്സ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ ആ അമെൻമെന്റ്സ് മാറ്റാനായിട്ട് പാടില്ല. പാർലമെന്റിന്റെ അമെൻഡിങ് പവറിനെ ഒരു തരത്തിൽ റെസ്ട്രിക്ട് ചെയ്യായിരുന്നു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. എന്നാൽ പാർലമെന്റ് അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, ദേ ക്യാൻ അമെൻഡ്. പക്ഷേ ആ അമെൻഡ്മെന്റുകളെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു കാരണവശാലും ഒരു അമെൻമെന്റും തകർക്കാനായിട്ട് പാടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതി എന്തെല്ലാമാണ് ബേസിക് സ്ട്രക്ചർ എന്ന് ഒറ്റ കേസിലല്ല ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കേശവാനന്ദ ഭാരതി കേസ് വന്നു, ഓക്കെ ഇതെല്ലാമാണ് ബേസിക് സ്ട്രക്ചർ, കഴിഞ്ഞു. അല്ല, ഓരോ കേസുകൾ വരുമ്പോഴായിരിക്കും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ പവർ, ഇത്തരത്തില് ഓരോ കേസുകൾ വരുമ്പോഴാണ് ഈ അമെൻമെന്റുകൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ബേസിക് സ്ട്രക്ചറിനെ തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അമെൻമെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇത്തരത്തില് ഓരോ കേസുകളിലൂടെയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇവോൾവ് ചെയ്ത് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നിയമമല്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അല്ല. അത് സുപ്രീം കോടതി കേസുകൾ വഴി ഇവോൾവ് ചെയ്യപ്പെടുന്നത്. കേശവാനന്ദ ഭാരതി കേസ് വഴി ഇവോൾവ് ചെയ്യപ്പെട്ടതും പിന്നീട് പല കേസുകൾ വഴി ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിലേക്ക് ഓരോരോ പ്രൊവിഷൻസ് ആഡ് ചെയ്യപ്പെടുന്നതുമാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. കേശവാനന്ദ ഭാരതി കേസിന് ശേഷം സുപ്രീം കോടതി ഓരോ കേസുകളിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പൊ 39th അമെൻമെന്റ് ആക്ട് 1975
പ്രൈം മിനിസ്റ്ററിന്റെയും ലോകസഭയുടെ സ്പീക്കറിന്റെയും ഇലക്ഷൻ കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്തേക്ക് കൊണ്ടുപോയി 39th അമെന്റ്മെന്റ് ആക്ട്. അതായത് ആ ഇലക്ഷനുകളെ ഒന്നും കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് 39th അമെന്റ്മെന്റ് ആക്ട് പറഞ്ഞു. സുപ്രീം കോടതിയിൽ അത് കേസ് പോയി. ഇന്ദിരാ നെഹ്റു ഗാന്ധി കേസ് 1975 കോടതി അവിടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനാണ് യൂസ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഈ അമെന്റ്മെന്റ് കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്, ഇത്തരത്തിലുള്ള അമെന്റ്മെന്റ് സമ്മതിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പിന്നീട് മിനർവ മിൽ കേസിലും ജുഡീഷ്യൽ റിവ്യൂ പറയുകയുണ്ടായി. ബേസിക് ഫീച്ചർ ആണ് എന്ത്, ജുഡീഷ്യൽ റിവ്യൂ എന്നത് ബേസിക് ഫീച്ചർ ആണ്. ഇത് എടുത്തു കളയാനായിട്ട് ഏത് അമെന്റ്മെന്റ് ശ്രമിച്ചാലും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇത്തരത്തില് ഓരോ കേസുകൾ വഴിയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇവോൾവ് ചെയ്യുന്നത്. നമുക്ക് എന്തെല്ലാമാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്? സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്കുലർ ക്യാരക്ടർ, സെപ്പറേഷൻ ഓഫ് ദ പവർ, ജുഡീഷ്യൽ റിവ്യൂ, പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്. ഇത്തരത്തില് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടിപ്പിൾ കേസസ് വഴിയാണ് എന്ത് സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണ് എന്നത് പറഞ്ഞു വന്നിരിക്കുന്നത്. Basic structure doctrine is actually limiting the power of the parliament to amend the constitution, but it does not curtail the power. It just prohibit or modify or limit the power of the parliament to amend the constitution. നമ്മൾ ഇതുവരെ അമെന്റ്മെന്റ് എന്താണ്, അമെന്റ്മെന്റിന്റെ പ്രൊസീജിയേഴ്സ്, ടൈപ്സ് ഓഫ് അമെന്റ്മെന്റ്, അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ എവല്യൂഷൻ, ഇതെല്ലാം നമ്മൾ നോക്കി. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുവരെ നടന്നിട്ടുള്ള മേജർ അമെന്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ആ അമെന്റ്മെന്റ്സിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അമെന്റ് ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. 100+ അമെന്റ്മെന്റ്സ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. എല്ലാ അമെന്റ്മെന്റ്സും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് അതിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് ഏതാ? അതിൽ തന്നെ ചില അമെന്റ്മെന്റ്സ് വളരെ ലെങ്തി ആയിട്ടുള്ള മൾട്ടിപ്പിൾ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്ത. അപ്പൊ അതിലെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് അമെന്റ്മെന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫസ്റ്റ് അമെന്റ്മെന്റ് 1951 സ്റ്റേറ്റുകൾക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ്. എന്തിന്? എക്കണോമിക്കലിയും സോഷ്യലിയും വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിന്റെ അഡ്വാൻസ്മെന്റിന് വേണ്ടി വേണമെങ്കിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇതായിരുന്നു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. അതുപോലെ തന്നെ 9th ഷെഡ്യൂൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ 9th ഷെഡ്യൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലാണ്. ലാൻഡ് റിഫോമിന്റെ ലോസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് ലാൻഡ് റിഫോംസ് ലോനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതായിരുന്നു ഈ 9th ഷെഡ്യൂളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 2 കാര്യങ്ങളായിരുന്നു. സ്റ്റേറ്റിന് എക്കണോമിക്കലിയും സോഷ്യലിയും വീക്കറായ സെക്ഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക. 2 9th ഷെഡ്യൂളിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതികളിലെ ജൂറിസ്ഡിക്ഷനുകളിലേക്ക് യൂണിയൻ ടെറിട്ടറികളെ കൂടി കൊണ്ടുവരിക. ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് വാസ് എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് ദ യൂണിയൻ ടെറിട്ടറി. അതുപോലെ തന്നെ വേണമെങ്കിൽ 2 അതിലധികം സ്റ്റേറ്റുകൾക്കോ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹൈക്കോടതി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോമൺ ഹൈക്കോർട്ട് ടു സെർവ് 2 or more സ്റ്റേറ്റ്. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 2 കാര്യങ്ങളായിരുന്നു. ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനുകളുടെ അകത്തേക്ക് യൂണിയൻ ടെറിട്ടറികളെ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്നിലധികം സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് ഹൈക്കോടതികളെ കൊണ്ടുവരാം. ഈ 2 പ്രൊവിഷൻസ് ആയിരുന്നു 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. ഇനി 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റില് പ്രസിഡന്റിന്റെ സൈൻ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിന്റെ മുകളിൽ അദ്ദേഹത്തിന് ഒരേ ഒരു ഡ്യൂട്ടി ഉള്ളൂ, ഹി മസ്റ്റ് ഗിവ് ഹിസ് അസെന്റ്. ഇറ്റ് മേഡ് ഇറ്റ് കമ്പൽസറി ഫോർ ദ പ്രസിഡന്റ് ടു ഗിവ് അസെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിലേക്ക് സൈൻ കൊടുക്കുക എന്നത് പ്രസിഡന്റിന്റെ കമ്പൽസറി ഡ്യൂട്ടി ആയിട്ട് മാറിയത് 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. ഇനി 26th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. നിങ്ങൾ പ്രിവി പേഴ്സുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും. രാജഭരണ കാലത്ത് ഇന്ത്യ ഗവൺമെന്റിൽ ലയിക്കാനായിട്ട് കുറെ സ്റ്റേറ്റുകൾ, ചെറിയ നാട്ടുരാജ്യങ്ങൾ സമ്മതിച്ചപ്പോൾ അവർക്കൊരു കോമ്പൻസേഷൻ പോലെ മാസാമാസം അല്ലെങ്കിൽ ആനുവലി നമ്മൾ ഒരു ഫീ കൊടുക്കുന്നുണ്ടായി. ഇത് 1970 നിർത്തി. അതായത് ഇനി മുതൽ ഇവർക്കൊരു പ്രിവി പേഴ്സ് അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി അവർക്കൊരു എമൗണ്ട് ഇനി കൊടുക്കുകയില്ല. എത്തരത്തിൽ പറഞ്ഞുകൊണ്ട് 26th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് അബോളിഷ് ദ പ്രിവി പേഴ്സ് which was paid to the former rulers of the princely state which was incorporated into the India Republic. India Republic ചേരാനായിട്ട് സമ്മതിച്ചിരുന്ന നമ്മുടെ നാട്ടുരാജ്യങ്ങൾക്ക് ഫോർമർ പ്രിൻസിപ്പൽ റൂളേഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന എമൗണ്ട് നമ്മൾ നിർത്തി. ഇതാണ് 26th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, അബോളിഷൻ ഓഫ് ദ പ്രിവി പേഴ്സസ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ
ഏറ്റവും വലിയ, ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. 42nd അമെൻമെന്റിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് പറയാം. അത്രയേറെ നമ്പർ ഓഫ് അമെൻമെന്റ്സ്, പല പാർട്ടുകളെയും ടച്ച് ചെയ്യുന്ന അമെൻമെന്റ്സ് അവിടെ നടന്നു. അപ്പൊ നമുക്ക് 42nd അമെൻമെന്റിലെ ഓരോ പാർട്ടുകളെയും എത്തരത്തിലാണ് അമെൻഡ് ചെയ്യപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിയാമ്പിൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ. നമുക്കറിയാലേ ഇതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? ഒറിജിനലി പ്രിയാമ്പിളുടെ വേർഡിങ്ങില് സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ഈ 3 വേർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അപ്പൊ എന്താണ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്? 3 വേർഡിൽ നിന്ന് 5 വേർഡിലേക്കായിട്ട് മാറ്റി. ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ ഈ അടുത്ത് കേസ് പോയിരുന്നു അല്ലെ, സെക്കുലർ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ അമെന്റ്മെന്റ് വഴി ചേർത്തതാണ്, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യണമെന്ന്. ഈ അമെന്റ്മെന്റ് ആയിരുന്നത് 42nd അമെന്റ്മെന്റ്. 42nd അമെന്റ്മെന്റ് ആണെന്ന് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പ്രിയാമ്പിളിൽ മറ്റൊരു മാറ്റവും കൂടി നടന്നു. ഒറിജിനൽ ടെക്സ്റ്റ് എന്തായിരുന്നു? യൂണിയൻ ഓഫ് ദ നേഷൻ എന്നായിരുന്നു. അത് എന്താക്കി മാറ്റി? യൂണിയൻ അല്ല, യൂണിറ്റി ഓഫ് ദ നേഷൻ ആയിരുന്നു. അത് നമ്മൾ എന്താക്കി മാറ്റി? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അപ്പൊ പ്രിയാമ്പിളിൽ എന്ത് അമെന്റ്മെന്റ്സ് ആണ് വന്നത്? 42nd അമെന്റ്മെന്റിൽ 2 ചേഞ്ചസ് ആണ് വന്നത്. ഒന്ന് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് മാറ്റി. അതുപോലെ തന്നെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാക്കി മാറ്റി. ഇനി 7th ഷെഡ്യൂൾ നമുക്കറിയാലേ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഇതില് 5 സബ്ജക്റ്റുകളെ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി 7th ഷെഡ്യൂളിൽ. ഇത് നടന്നതും 42nd അമെന്റ്മെന്റ്. എന്തെല്ലാമായിരുന്നു? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഈ 5 കാര്യങ്ങളെ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 7th ഷെഡ്യൂളിൽ വന്ന മാറ്റമായിരുന്നു ബൈ ദ യൂസേജ് ഓഫ് 42nd അമെന്റ്മെന്റ്. ഇനി അടുത്ത ചേഞ്ച് വന്നത് എന്തായിരുന്നു 42nd അമെന്റ്മെന്റ് വഴി? ആർട്ടിക്കിൾ 51A, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്കറിയാം എന്നല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടതോ 42nd അമെന്റ്മെന്റ് വഴിയാണ്. ആർട്ടിക്കിൾ 51A സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴി 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടത് 42nd അമെന്റ്മെന്റ് വഴിയായിരുന്നു. ഇനി മറ്റ് ചേഞ്ചസ് എന്തായിരുന്നു? 3 DPSPയുടെ അഡീഷൻ, അതുപോലെ തന്നെ 1 DPSPയുടെ അമെന്റ്മെന്റ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ടു ദ സ്റ്റേറ്റ് പോളിസി അല്ലെ. ഏതെല്ലാമായിരുന്നു അത്? ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ, പിന്നെ ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ ദ പുവർ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ്, പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ്. ഇത്തരത്തില് 3 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുകയും 1 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അമെന്റ് ചെയ്യപ്പെടുകയും ചെയ്തു 42nd അമെന്റ്മെന്റ് വഴി. ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ പവറുകളെ 42nd അമെന്റ്മെന്റ് ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ജുഡീഷ്യൽ റിവ്യൂ പവർ, കോടതികൾക്ക് വന്നിരിക്കുന്ന അമെന്റ്മെന്റുകളോ ആക്ടുകളോ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പവർ, ജുഡീഷ്യൽ റിവ്യൂ. ഹൈക്കോടതിയുടെ ഈ പവറിനെ 42nd അമെന്റ്മെന്റ് ആക്ട് കട്ടയിൽ ചെയ്തു. ഇനി മറ്റൊരു അമെന്റ്മെന്റ് എന്തായിരുന്നു? പാർലമെന്റിന്റെ ടെന്യൂർ അല്ലെ, 5 years. അത് ലോകസഭയുടെ ടെന്യൂർ 5 yearൽ നിന്ന് 6 year ആക്കി കൂട്ടുകയും 42nd അമെന്റ്മെന്റ് ആണ് ചെയ്തത്. അപ്പൊ ഏതെല്ലാമായിരുന്നു മേജർ ചേഞ്ചസ് വന്നത്? പ്രിയാമ്പിളിൽ വന്ന മാറ്റം, 7th ഷെഡ്യൂൾ 5 സബ്ജക്ട്സിന്റെ ട്രാൻസ്ഫർ, 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ 3 DPSPയുടെ ഇൻട്രൊഡക്ഷൻ, ജുഡീഷ്യൽ പവർ, ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ പവർ കർട്ടൈൽ ചെയ്യുക, പാർലമെന്റിന്റെ ലൈഫ്, ലോകസഭയുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് കൂടാതെ 42nd അമെന്റ്മെന്റിൽ ഇനിയും ഒരുപാട് ഇൻട്രൊഡക്ഷൻസ്, ഇനിയും ഒരുപാട് അമെന്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 42nd അമെന്റ്മെന്റ് നമ്മുടെ എമർജൻസി പീരീഡിൽ വന്നൊരു അമെന്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ ചില പ്രൊവിഷൻസ് നമുക്ക് പിന്നീട് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. അപ്പൊ പിന്നീട് വന്ന ഗവൺമെന്റ് 42nd അമെന്റ്മെന്റ് മൂലമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എമർജൻസി ടൈമിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക, 42nd അമെന്റ്മെന്റിലെ അൺവാണ്ടഡ് അഡീഷൻസ് മാറ്റിക്കളയുക. ഈ ഒരു ഉദ്ദേശം മുൻനിർത്തിയിട്ടായിരുന്നു 44th അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. അപ്പോ 42nd 44th പഠിക്കുമ്പോൾ മാക്സിമം കമ്പയർ ചെയ്ത് പഠിക്കുക. ഈ 42nd ഒരു റിവേഴ്സ് പ്രൊസീജിയർ ആണ് 44th വരിക. 42nd മൂലമുള്ള പ്രശ്നങ്ങളെ കൂടുതൽ റിഫോം ചെയ്യുക അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മാറ്റുക എന്നതായിരുന്നു 44th ലക്ഷ്യം. 44th ഫെയർലി ലാർജർ അമെന്റ്മെന്റ് ആണ്. അതിലും മൾട്ടിപ്പിൾ പാർട്സ് അമെന്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ്,
റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. റൈറ്റ് ടു പ്രോപ്പർട്ടി 44th അമെന്റ്മെന്റിന് മുമ്പ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ആ ഫണ്ടമെന്റൽ റൈറ്റിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി, 300A മാറ്റി. ചേഞ്ചിങ് ഓഫ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം എ ഫണ്ടമെന്റൽ റൈറ്റ് ടു എ ലീഗൽ റൈറ്റ് അണ്ടർ 300A. ആ അമെന്റ്മെന്റ് 44th അമെന്റ്മെന്റ്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ 38 ഒരു ചേഞ്ച് വന്നു. ആഡഡ് വിച്ച് states that the state to secure social order for the promotion of the welfare of the people. DPSP-യിലെ ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നതും 44th അമെന്റ്മെന്റാ. ഇനി ഞാൻ പറഞ്ഞിരുന്നു ലോക്സഭയുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നല്ലേ. ആ എക്സ്റ്റൻഷൻ ക്യാൻസൽ ചെയ്തു. 6 years നിന്ന് 5 years ആയിട്ട് പുനഃസ്ഥാപിച്ചു. തിരിച്ച് നോർമൽ ടെന്യൂർ എത്രയാണോ അതിലേക്ക് കൊണ്ടുവന്നതും 44th അമെന്റ്മെന്റാ. ഇനി എമർജൻസി പീരീഡിലാണ് 44th അമെന്റ്മെന്റ് വന്നത്. ഈ എമർജൻസി പീരീഡിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എമർജൻസി പ്രൊവിഷനുകളിലെ ചില പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായത്. മിസ്യൂസ് ഓഫ് പവർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ആ എമർജൻസി പ്രൊവിഷനിലുണ്ട്. അല്ലെങ്കിൽ ചില വേർഡിങ്സ് അൺക്ലിയർ ആണ്, ഇല്ലെങ്കിൽ ചില പ്രൊവിഷൻസിനെ നമ്മൾ ഒന്നുകൂടി ടൈറ്റൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് 44th അമെന്റ്മെന്റ് എമർജൻസി, സ്പെസിഫിക്കലി നാഷണൽ എമർജൻസിയിൽ കുറച്ചും കൂടി ടൈറ്റൻ ചെയ്ത പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഒന്നാമത് ഗ്രൗണ്ട്സ് ഫോർ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. ഏതെല്ലാമാണ്? വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റിബല്യൻ. അറ്റ് പ്രസന്റ്ലി ഇത് മൂന്നുമാണ് ഗ്രൗണ്ട് ഫോർ ഡിക്ലറേഷൻ ഓഫ് എ നാഷണൽ എമർജൻസി. പക്ഷേ ആംഡ് റിബല്യൻ എന്നതിന് പകരം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു ഒറിജിനൽ വേർഡിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഒരു വേഗലി റിട്ടേൺ വേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു എമർജൻസിക്ക് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആ ഇന്റേണൽ ഡിസ്റ്റർബൻസിനെ ആംഡ് റിബല്യൻ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ദ 44th അമെന്റ്മെന്റ് റീപ്ലേസ് ആംഡ് റിബല്യൻ ഇൻ ദ പ്ലേസ് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. എമർജൻസിയിലെ ആദ്യത്തെ മാറ്റം. ഇനി പ്രസിഡന്റ് ആണ് എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അത് ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ പാടുള്ളൂ എന്നൊരു പ്രൊവിഷനും 44th അമെന്റ്മെന്റ് കൊണ്ടുവന്നു. സോ എ നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ ദ പ്രസിഡന്റ് only by a written recommendation of the cabinet. ഇനി അടുത്ത മാറ്റം എന്തായിരുന്നു? ആർട്ടിക്കിൾ 19 സസ്പെൻഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്കറിയാം എമർജൻസി വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 358 അടിയിൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ആവും. ഇത് ലിമിറ്റ് ചെയ്തു. എപ്പോൾ? ഒരു എക്സ്റ്റേണൽ എമർജൻസി, അതായത് എമർജൻസി പ്രഖ്യാപിക്കുന്നത് വാറോ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമോ മാത്രമാണെങ്കിലേ ആർട്ടിക്കിൾ 19 അവിടെ സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് കൂടാതെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് പവർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റിയിലായിരിക്കണം എന്ത് ലോകസഭയും രാജ്യസഭയും എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നത് അവർ സമ്മതിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്. അതിന്റെ ടൈം പീരീഡ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് പ്രൊക്ലെയിം ചെയ്യുന്ന എമർജൻസി വേണമെങ്കിൽ ലോകസഭയ്ക്ക് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഒരുപാട് മൾട്ടിപ്പിൾ പ്രൊവിഷൻസ് എമർജൻസിയിൽ തന്നെ എമർജൻസിയുടെ മിസ്യൂസ് തടയാനായിട്ട് 44th അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത്. ഇത് നമ്മൾ എമർജൻസി ചാപ്റ്റർ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കും. 44th അമെന്റ്മെന്റിന് മുമ്പ് ഉണ്ടായിരുന്നതും 44th അമെന്റ്മെന്റിന് ശേഷമുള്ള പ്രൊസീജിയറും അതിലെ മോഡിഫിക്കേഷൻസും എന്തൊക്കെയാണ്. ഇനി അടുത്ത അമെന്റ്മെന്റ് 52nd അമെന്റ്മെന്റ് 1985 എന്തായിരുന്നു? ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. 52nd അമെന്റ്മെന്റ് ആണ് പാർട്ടി എലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം പാർട്ടി മാറാതിരിക്കുക. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ നോമിനേറ്റഡ് മെമ്പേഴ്സിന് എങ്ങനെയാണ്, അതുപോലെ തന്നെ പാർട്ടി ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സ്, ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിന്റെ ഡിഫെക്ഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ അൺക്വാളിഫൈഡ് ആവുന്നത്. ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് 52nd അമെന്റ്മെന്റ് ആക്ടിലെ ആന്റി ഡിഫെക്ഷൻ ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. 61st അമെന്റ്മെന്റ് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്, റിഡക്ഷൻ ഓഫ് ഏജ് ഫോർ ദ വോട്ടിംഗ് ഫ്രം 21 to 18. ഇന്ന് ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലേ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത് 61st അമെന്റ്മെന്റ് ഓഫ് 1989 ആണ്. 65th അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും ഫോം ചെയ്തത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ്. അതാണ് 65th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഓഫ് 1992ന്റെ ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത് 73rd ആൻഡ്
74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് രാജ് സിസ്റ്റവും ഇത് രണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷനും നടക്കുന്നത് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ്, നമ്മുടെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇനി 89th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. നമ്മൾ നേരത്തെ 65th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ എന്താണ് പറഞ്ഞത്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരുടെയും വാൺസും നീഡ്സും അല്ലെങ്കിൽ ഇവർ രണ്ടുപേർക്കും നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റുകൾ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടും ഒരൊറ്റ കമ്മീഷൻ ആയിട്ടല്ല ഇരിക്കേണ്ടത്, രണ്ട് കമ്മീഷനും രണ്ട് കമ്മീഷന്റേതായിട്ടുള്ള ഡിഫറെന്റ് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും നമ്മൾ ആ കമ്മീഷൻസിനെ ബൈഫർക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇത് 89th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഓഫ് 2003. ഇതുവഴി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനെ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് കമ്മീഷൻസ് ആക്കി മാറ്റുന്നതാണ് 89th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. ഇനി 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, ആന്റി ഡിഫെക്ഷൻ ലോ. നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആന്റി ഡിഫെക്ഷൻ ലോ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് പ്രൊവിഷൻസ് ആഡ് ചെയ്യപ്പെടുന്നത് ഈ 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം റെഡ്യൂസ് ചെയ്തിട്ട് it shall be only a maximum of 15% of the members of the legislative assembly. ഈ രീതിയിൽ അതിനെ ചുരുക്കുന്നത്. Restrict the size of the council of ministers to a maximum of 50% of the legislative member. And also the second part of the 91st constitutional amendment is it strengthened the anti-defection law. ഇനി 99th constitutional amendment. നമ്മുടെ സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. എന്തായിരുന്നു? നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. ജുഡീഷ്യറിയിലേക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരു കമ്മീഷനെ സ്ഥാപിക്കുകയും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഈ രീതിയിൽ പറഞ്ഞിരുന്ന ഒരു അമെന്റ്മെന്റ് ആയിരുന്നു 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. എന്നാൽ സുപ്രീം കോടതി അതെന്താണ് പറഞ്ഞത്? ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയെ ഈ അമെന്റ്മെന്റ് ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഈ അമെന്റ്മെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുകയുണ്ടായി. ഇനി 100th അമെന്റ്മെന്റ്. 100th അമെന്റ്മെന്റ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ചില ഏരിയാസ്, ഒരു കോൺക്ലേവ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടായി, അതിന്റെ എക്സ്ചേഞ്ച് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അമെന്റ്മെന്റ് ആണ് 100th അമെന്റ്മെന്റ്. ഇനി 101st അമെന്റ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻട്രൊഡക്ഷൻ ഓഫ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ സംഭവിക്കുന്നത് 101st അമെന്റ്മെന്റ് ഓഫ് 2017 വഴിയാണ്. ഇനി 102nd അമെന്റ്മെന്റ്. നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നു. അത്രയും നാൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. അതിൽ നിന്ന് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആക്കി മാറ്റുന്നത് 102nd അമെന്റ്മെന്റ് ഓഫ് 2018 വഴിയാണ്. ഇനി എന്താണ് 103rd അമെന്റ്മെന്റ്? EWS റിസർവേഷൻ, മാക്സിമം ഓഫ് 10% റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് സിറ്റിസൺസ് ആൻഡ് അതർ ക്ലാസസ് മെൻഷൻ ഇൻ ക്ലോസ് 4 and 5 ഓഫ് ആർട്ടിക്കിൾ 15. EWS റിസർവേഷൻ അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് അമെന്റ്മെന്റ് വഴിയാണ്? 103rd അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 104th അമെന്റ്മെന്റ് എന്തായിരുന്നു? രണ്ട് കാര്യങ്ങളാണ് 104th അമെന്റ്മെന്റിൽ നടക്കുന്നത്. ഒന്ന്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ലോകസഭയിലെയും സ്റ്റേറ്റ് അസംബ്ലിയിലെ റിസർവേഷൻ ഒരു 10 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ അങ്ങനെയാണ്, ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ് അവരുടെ റിസർവേഷൻ നമ്മൾ കൊടുക്കുക. പിന്നീട് അത് കാലഘട്ടത്തിനനുസരിച്ച് അമെന്റ്മെന്റിലൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ 104th അമെന്റ്മെന്റ് എന്ത് ചെയ്ത് ഒരു 10 വർഷത്തേക്കും കൂടി, 2020 ഈ അമെന്റ്മെന്റ് നടന്നത്, അപ്പൊ 2030 വരെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു 104th അമെന്റ്മെന്റ്. ഇനി 104th അമെന്റ്മെന്റ് സെക്കൻഡ് പാർട്ട് എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലോകസഭയിലും സ്റ്റേറ്റ് അസംബ്ലികളിലും ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തില്ല. അതായത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന റിസർവേഷന്റെ എക്സ്റ്റൻഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ റിസർവേഷൻ നമ്മൾ ഒരു 10 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് 104th അമെന്റ്മെന്റ് വഴി നടന്നത്. 105th അമെന്റ്മെന്റില് സ്റ്റേറ്റ് ഗവൺമെന്റിന് OBCനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള പവർ റീസ്റ്റോർ ചെയ്യാനുണ്ടായത്. അതായത് സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റിലൂടെ പറഞ്ഞു, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഇനി അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ പറ്റുള്ളൂ അത്തരത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നടത്താൻ എന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റ് റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അന്നൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ആയിരുന്നു 105th അമെന്റ്മെന്റ്. അത് എന്താണ് ചെയ്തത്? സ്റ്റേറ്റ് ഗവൺമെന്റിനും OBCസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള പവറിനെ റീസ്റ്റോർ ചെയ്യാണ് ചെയ്തത്. ഇനി ഒബ്വിയസ്ലി 106th അമെന്റ്മെന്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് എന്താണ്? വുമൺ റിസർവേഷൻ ആണ്. എവിടെയൊക്കെയാണ്? ലോകസഭയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അതുപോലെ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വുമൻസിന് റിസർവേഷൻ കൊടുക്കുക. ഇതാണ് എന്ത്? 106th അമെന്റ്മെന്റ്. എത്ര നാളത്തേക്കാണ്? 15 years ഫ്രം കമ്മിങ് എഫക്ട്. എന്നാണ് അത്? സെൻസസ് കഴിഞ്ഞതിന് ശേഷം എന്നാണോ നിലവിൽ വരുന്നത് അന്ന് മുതലാണ് റിസർവേഷൻ. അന്നു മുതൽ 15 വർഷത്തേക്ക് 1/3 സീറ്റുകൾ ലോകസഭയിലും
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വുമന് റിസർവേഷൻ കൊടുക്കുന്നു. ഇതാണ് 106th അമെന്റ്മെന്റ്. ഇനി ഈ ഏരിയയിൽ നിന്ന് UPSC ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ 2022 ക്വസ്റ്റ്യൻ. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. A bill amending the constitution requires a prior permission of the President of India. First statement. Second statement. When a constitution amendment bill is presented to the President of India, it is obligatory for the President of India to give his or her assent. Third statement. A constitution amending bill must be passed by both Lok Sabha and Rajya Sabha by a special majority and there is no provision on joint sitting. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ് വേണോ? വേണ്ട. ആർക്ക് വേണമെങ്കിലും, ലോക്സഭയുടെ രാജ്യസഭയുടെ മെമ്പർ ആയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ അവതരിപ്പിക്കാം. അതിന് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണ്ട. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. എന്നാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? It is when a constitutional amendment bill is presented to the president, it is obligatory for the president to give his assent. എന്താണ് അമെന്റ്മെന്റ് വഴി എന്തായിരുന്നു? പ്രസിഡന്റിനെ ഒബ്ലിഗേറ്ററി ആക്കി. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രസിഡന്റ്. ദ പ്രസിഡന്റ് മസ്റ്റ് ഗിവ് ഹിസ് അസെന്റ്. ഹി ഡസ് നോട്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ഇനി അടുത്തത് എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് ദർ ഇസ് നോ പ്രൊവിഷൻ ഓഫ് ജോയിന്റ് സിറ്റിംഗ്. നമ്മൾ പറഞ്ഞാണല്ലേ, നോർമൽ ബില്ലിലാണ് എന്ത് വരിക? ഒരു ജോയിന്റ് സിറ്റിംഗ് പ്രൊവിഷൻസ് വരിക. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ എങ്ങനെയാണ്? രണ്ട് ഹൗസുകളും ലോക്സഭയും രാജ്യസഭയും സ്പെഷ്യൽ മെജോറിറ്റിയിൽ രണ്ടുപേരും ഇൻഡിവിജ്വലി പാസ്സായിരിക്കണം. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലോ ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ജോയിന്റ് സിറ്റിംഗ് ഇൻ ദ കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? 2 and 3 are correct. ഇനി അടുത്തത് The 44th Amendment of the Constitution of India introduced an article placing the election of Prime Minister beyond the judicial review. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the Supreme Court of India struck down the 99th Constitutional Amendment stating it as violative of the independence of judiciary. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? The 44th Amendment of the Constitution of India introduced an article placing election of Prime Minister beyond the judicial review. നിങ്ങൾക്ക് ഇത് ഏത് അമെന്റ്മെന്റ് ആണെന്ന് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം ആലോചിച്ചാൽ മതി. 42nd അമെന്റ്മെന്റിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുവരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നേരിട്ടിരുന്ന ഭീഷണികളെ മറികടക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഒന്നും കൂടി കോൺസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യാം. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ഒരു അമെന്റ്മെന്റ് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലൊരു പ്രൊവിഷൻ അവിടെ ആഡ് ചെയ്യോ, പ്രൈം മിനിസ്റ്ററുടെ ഇലക്ഷനെ ജുഡീഷ്യൽ റിവ്യൂവിന് പുറത്തേക്ക് നിർത്തോ, അത് പിന്നെയും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ വയലേഷൻ അല്ലേ, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ? കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? കൃത്യമായിട്ട് ജുഡീഷ്യൽ റിവ്യൂയുടെ അകത്ത് നിർത്തണം. അങ്ങനെയാണെങ്കിലേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് അവിടെ നടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മളിപ്പോ അമെന്റ്മെന്റ് പഠിച്ചു 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. സുപ്രീം കോർട്ട് എന്താണ് ചെയ്തത്? അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. എന്തായിരുന്നു കാരണം? വയലേഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി. അപ്പൊ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഓപ്ഷൻ ബി 2 only. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, 42nd അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ താഴെ പറയുന്നതിൽ ഏത് DPSP ആണ് ആഡ് ചെയ്തത്? നമ്മൾ 42nd അമെന്റ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഓരോ പ്രൊവിഷൻസ് നമ്മൾ 42nd അമെന്റ്മെന്റ് എന്താണ് പറയാ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയാ. ഓരോ പ്രൊവിഷൻസിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരുന്നു. എന്താണ് 42nd അമെന്റ്മെന്റിൽ DPSP ആഡ് ചെയ്ത്? 4 പുതിയ DPSP ആഡ് ചെയ്തു. അതിൽ ഏതാണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ദാറ്റ് വാസ് ആഡഡ് ബൈ ദ 42nd അമെന്റ്മെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement are correct? രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. An amendment to the Constitution of India can be initiated by an introduction of the bill in the Lok Sabha only. Second statement, if such an amendment seeks to make changes in the federal character of the Constitution, the amendment also requires to be ratified by state legislature of all the states in India. അങ്ങനെയാണോ? എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ലോക്സഭയിൽ മാത്രമാണോ? അല്ല. Either in the Lok Sabha or Rajya Sabha, either by a public minister or either by a minister or a private member bill. ആർക്ക് വേണമെങ്കിലും, മെമ്പർ ആയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ബില്ല് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി എന്താണ്? ഫെഡറൽ പ്രൊവിഷൻസിനെ ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യുന്നതാണെങ്കിലോ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മതി. എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും വേണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഓൾ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാ. No, half of the state legislature മാത്രം മതി ratification, not all of the state legislature. So which of the following statement are correct? D, neither 1 nor 2. ഇനി അടുത്തത് 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. As per Article 368 of the Constitution, the Parliament may amend any provisions of the Constitution
ബൈ വേ ഓഫ് അഡീഷൻ, വേരിയേഷൻ, റിപ്പൽ. ഇതിൽ ഏതാണ് 1 and 2 only, 2 and 3, 1 and 3, 1, 2, 3. ഞാൻ ക്ലാസിന്റെ ആദ്യത്തില് ആർട്ടിക്കിൾ 368 വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ ഐദർ വേ ഓഫ് അഡീഷൻ, ബൈ വേരിയേഷൻ ഓർ ബൈ റിപ്പീൽ. 3 പ്രൊവിഷൻസ് അല്ലെങ്കിൽ 3 രീതിയിലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഏത് രീതിയിൽ വേണമെങ്കിലും, ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1, 2 and 3. I hope you enjoyed the classes regarding the amendments. Thank you.